സുഹൃത്തുക്കളെ, ഞാൻ ഇതിനെ നാറിത്തരം എന്ന് പറയാ. ആ നാറി ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ. ആ നാറി ചോദിച്ച ചോദ്യം ഇക്ക അവസാനമായി അഭിനയിച്ച പടമാണ്. പടം എങ്ങനെയുണ്ട്? ആരോടെ ചോദിക്കുന്നത്? നമ്മുടെ ഷാനവാസ് മരിച്ച എല്ലാവർക്കും അറിയാം. ഷാനവാസ്ക മരിച്ചത് എല്ലാവർക്കും അറിയാം. ഷാനവാസ്ക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി സ്വന്തം ഭാര്യയാണ്. അവരാണ് ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവസാനമായിട്ട് അഭിനയിച്ച സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഇമോഷണലി ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ഭാര്യ. ഇമോഷണലി ഡാമേജ്ഡ് ആണ്, തകർന്ന് പണ്ടാറടക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ആ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. സിനിമ കാണാൻ വന്നു, ശരി. ആ സമയത്ത് ചുറ്റുമുള്ള ആളുകളൊക്കെ ഉണ്ട്, വീഡിയോസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എൻ്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. ഇത്ര സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വ്യക്തി മരിച്ചു പോയിരിക്കുന്നു. അവരെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അവരെ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം നിൽക്കുന്നത്. നവാസിന്റെ ഭാര്യയാണ്, നവാസ്കയുടെ ഭാര്യയാണ്. ആദ്യത്തോട് അവരോട് ഒന്നും ചോദിക്കാതിരിക്കുക. അവർ ഏറ്റവും മാന്യം മര്യാദയ്ക്ക് സിനിമ കഴിഞ്ഞ് മക്കളോടൊപ്പം വീട്ടിലേക്ക് പോവുക എന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് ക്യാമറ പിടിക്കേണ്ടത്, ആരുടെ മുഖത്തേക്കാണ് ക്യാമറ സൂം ചെയ്യേണ്ടത്, ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്ന് മാത്രമല്ല, എപ്പോഴൊക്കെ ക്യാമറ ഓൺ ചെയ്യാതിരിക്കാം, എപ്പോഴൊക്കെ ക്യാമറ സൂം ചെയ്യാതിരിക്കാം, ആരോടൊക്കെ ചോദ്യം ചെയ്യാതിരിക്കണം എന്നതുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു ഈ മാപ്രകൾ. ഇവർ മാപ്രകളല്ല, ഇവർ വെട്ടുകിളികളാണ്, അതിഭീകര വെട്ടുകിളികളാണ്. ഈ ചെയ്തത് തെണ്ടിത്തരമാണ്. അവർ കരയുമ്പോഴെങ്കിലും ക്യാമറ മാറ്റിപ്പിടിക്കാനുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇല്ല. അവരെ കണ്ണുനീരടക്കം വിറ്റ്, ഇവരുടെ കണ്ണുനീരടക്കം വിറ്റ് പൈസ ഉണ്ടാക്കണം. ഇത് നീലക്കുയില, ഏതോ മഞ്ഞക്കുയില, ഏതോ കുയിലാണ്. ഏറെക്കാലമായിട്ട് സ്ത്രീകളുടെ ബ്രസ്റ്റ് കാണിക്കുക, മേലെന്ന് ക്യാമറ എടുക്കുമ്പോൾ ആ ഒരു ക്ലീവേജ് കാണില്ലേ, ആ ക്ലീവേജ് കാണിക്കുക, അവരെ പുക്കിള് കാണിക്കുക, എന്നീ വയറിൻ്റെ ഒരു ഭാഗം കാണിക്കുക എന്നീ പറയുന്ന കലാപരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. അങ്ങനെ വൈറലായതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ സ്ഥാപകൻ ഏതൊരു ചെക്കനൊക്കെ അവാർഡ് അടക്കം വേറെ ഏതൊരു മൊയ്ത് ചാനലൊക്കെ കൊടുക്കണ്ടായി, നമ്മൾ കാണുന്നുണ്ടായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. എന്ത് ചെയ്യാൻ പറ്റും? പടം എടുക്കുന്ന, അടച്ചൊള്ളി പടം എടുക്കുന്ന ആളുകൾക്കടക്കം അവരടക്കം വിളിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല, ഇതൊക്കെ കാണുക എന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന, എന്തായാലും ഇതൊരു മാധ്യമ പ്രവർത്തനമാണല്ലോ. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി നിർമ്മിക്കുന്ന പോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വാർത്തകൾ, അതിനേറെ ഇൻസ്റ്റന്റ് ആയിട്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതും വളരെ നിമിഷ നേരത്തെ ഇമോഷൻസ് ആയിരിക്കും. ബാക്കിയൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് കളയണം. ഇവിടെ അവർ വന്നു നിൽക്കുന്നുണ്ട്, ക്യാമറസ് അവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. എങ്ങനെയുണ്ട് പടം? ഇക്ക അവസാനമായിട്ട് അഭിനയിച്ച പടമാണെന്ന് പറയുന്നു. അവരാ നൃത്തത്തിൽ ആ തുടക്കത്തിൽ പറയേണ്ട ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മാറാൻ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഏറ്റവും ലോകത്തെ വൃത്തികെട്ട ചോദ്യം വന്നത്. ഇക്ക അവസാനമായി അഭിനയിച്ച പടമാണ്, എന്ത് പറയണം? ആ പാവം സ്ത്രീക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ നിമിഷം അവർ നിന്ന നിൽപ്പിൽ പൊട്ടിക്കരയുമ്പോഴാണ് മകൻ ഉമ്മച്ചിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റാതെ മകൻ ഉമ്മച്ചിയെ ചേർത്ത് പിടിക്കുന്നത്. ആ മകന്റെ ഇടനെഞ്ചിൽ തല അമർത്തി, മുഖം അമർത്തി അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മകന് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കടന്നു പോകൂ, നിർത്തൂ നിങ്ങളുടെ ഈ ക്യാമറ പിടുത്തം എന്നൊന്നും അവർക്ക് ആ ഒരു ചെറുപ്പക്കാരൻ പറയാൻ കഴിയില്ല. പക്ഷേ ഇതുകൂടി ഒരു മാന്യമായ പരിപാടിയായിട്ട് മാറണം എന്നുള്ളതാണ്. ഇക്കണക്കിന് മരിച്ചു കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് സൂം ചെയ്തിട്ട് എങ്ങനെയാ മരിച്ചെന്നൊക്കെ ചോദിക്കും. മരിച്ചു കിടക്കുന്ന ആളുടെ തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കും. ബന്ധുക്കളോട് ഇതാ അച്ഛൻ മരിച്ചു കിടക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളടക്കം ഇത്തരം വേസ്റ്റ് മാധ്യമങ്ങൾ ചോദിക്കും, ഓൺലൈൻ മീഡിയാസുകൾ ചോദിക്കുന്നതാണ്. എനിക്കിതിന് വഷളായിട്ടോ തോന്നി. ഇപ്പോഴെങ്കിലും ക്യാമറ ഓഫ് ചെയ്യണ്ടേ? ക്യാമറ ഓൺ ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ എന്നുള്ളതാണ്. ക്യാമറ എപ്പോഴൊക്കെ ഓഫാക്കാമെന്ന് കൂടി നമ്മൾ പഠിക്കണം. ചില നിമിഷങ്ങളിൽ നമ്മൾ ഒപ്പി വെക്കരുത്. അതവിടെ കിടന്നോട്ടെ.
ആ ഒരു കരച്ചിൽ വിറ്റിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്നോ, അല്ലെങ്കിൽ ആ ഒരു കരച്ചിൽ വിട്ടിട്ട് നമുക്ക് റീച്ച് ആവേണ്ട എന്നൊക്കെ തീരുമാനിക്കണം. എല്ലായിടത്തും ഇതങ്ങനെ പറ്റുന്നില്ല. ചില അതിഭീകരമായ ചില സിറ്റുവേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ അത് ചെയ്തു വെക്കും. പക്ഷെ ഇത് മനഃപൂർവ്വമാണ്. ആ വന്നു നിൽക്കുന്ന ആ ഒരു സോക്കോൾഡ് ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാം നവാസ് ഖാന്റെ ഭാര്യ വന്നിട്ടുണ്ട്, അവർ കരയും, 100% അവർ കരയും എന്നുള്ളത് ഇവർക്കറിയാം. എൻ്റെ പൊന്നു മാപ്രകളെ എന്ന് വിളിക്കല്ലേ, സോഷ്യൽ മീഡിയ മാപ്രകളെ, നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ഒരു എറ്റിക്യൂറ്റ് ഉണ്ട്, പത്രപത്രത്തിനൊക്കെ ഒരു എറ്റിക്യൂറ്റ് ഉണ്ട്. എന്തൊക്കെ എങ്ങനെയൊക്കെ മാന്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കാതിരിക്കാന്നൊക്കെ. ചില കാര്യങ്ങളൊക്കെ ഓഫ് ദ റെക്കോർഡ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഓഫ് ദ റെക്കോർഡാണ്, കാണിക്കരുത്, അത് അവരുടെ പ്രൈവസിയാണ്, അവരുടെ ഏറ്റവും ഹൈലി പ്രൈവസി ഉള്ള സംഗതിയാണ്, അത് അങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല നടക്കുന്നത് എന്നുള്ളതാണ്. ഇവർ ഇമോഷൻ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇത് കാണുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അങ്ങനെ മനസ്സിലായി എന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് എഴുതിക്കുക. ബൈ. എൻ്റെ അത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ബൈ.